Success is the sum of small efforts repeated day in and day out. ഒരു ദിവസത്തിന്റെ രാപ്പകൽ വ്യത്യാസമില്ലാതെ നാം എടുക്കുന്ന ചെറിയ ചെറിയ പരിശ്രമങ്ങളാണ് നമ്മുടെ വിജയം. വിജയിക്കുക എന്നത് നമ്മുടെ ഏവരുടെയും ലക്ഷ്യമാണ്. നമ്മുടെ ചെറിയ ചെറിയ പരിശ്രമങ്ങൾ നാം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് വലിയ ഒരു വിജയം നമുക്ക് സമ്മാനിക്കുക തന്നെ ചെയ്യും. പ്രിയ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള വലിയ വിജയങ്ങൾ ചെറിയ ചെറിയ പരിശ്രമങ്ങളിലൂടെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും പിൻട്രസ്റ്റ് ട്രാവൽ മുന്നോട്ട് വെക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമന്റ് യുവർ ഡൗട്ട്സ് ആൻഡ് ചെറിഷ് യുവർ എക്സാം. പുതിയ നമ്മുടെ വീഡിയോ സീരീസിൽ ഇന്ന് നാം പ്രധാനമായും വിശകലനം ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ് സോഷ്യൽ സയൻസ് വിഷയത്തിലെ 10ാമത്തെ അധ്യായമാണ്. 10ാമത്തെ അധ്യായം എന്ന് പറയപ്പെടുന്നത് ബജറ്റ്, ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെന്റ്. ബജറ്റ് എന്നത് വികസനത്തിന്റെ നേർരേഖ എന്ന ഈ അധ്യായത്തെ അടിസ്ഥാനമാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥി പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ഈ അധ്യായത്തിന്റെ പഠന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, ഈ അധ്യായത്തിലൂടെ വിദ്യാർത്ഥി നേടിയെടുക്കേണ്ട പ്രധാന ആശയങ്ങളും ധാരണകളും എന്തൊക്കെയാണ്, അതോടൊപ്പം ഈ അധ്യായത്തെ അടിസ്ഥാനമാക്കി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ആദ്യം ഈ ഒരു അധ്യായം സോഷ്യൽ സയൻസിലെ 7ാം ക്ലാസ്സിലെ 10ാമത്തെ അധ്യായമായ ബജറ്റ്, വികസനത്തിന്റെ നേർരേഖ. ഈ അധ്യായത്തിലൂടെ ഒരു വിദ്യാർത്ഥി പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട എന്താണ് ഈ അധ്യായം പ്രധാനമായും പഠിപ്പിക്കുന്നത് എന്ന ഒരു ധാരണ കുട്ടിക്കുണ്ടായിരിക്കണം. ധനവിനിമയം സംബന്ധിച്ച് പ്രാഥമിക വസ്തുതകൾ കുട്ടികളിൽ എത്തിക്കുന്നതിന് കുടുംബ ചെലവ്, കുടുംബ വരുമാനം, കുടുംബ ബഡ്ജറ്റ് എന്നീ ആശയങ്ങൾ ഈ യൂണിറ്റിന്റെ ആദ്യ ഭാഗത്ത് നാം പഠിപ്പിക്കുന്നു. ഒരു വിദ്യാർത്ഥി പ്രധാനമായും ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് ധനവിനിമയം സംബന്ധിച്ച് പ്രാഥമികമായി ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന കുടുംബ ചെലവ്, കുടുംബ വരുമാനം, കുടുംബ ബഡ്ജറ്റ് എന്നീ കാര്യങ്ങളാണ്. അതുപോലെ ഈ അധ്യായത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രധാനമായും പൊതുചെലവ്, പൊതുവരുമാനം, പൊതുകടം, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, ചരക്ക് സേവന നികുതി അഥവാ GST, രാജ്യത്തിന്റെ ധനരേഖയായ ബഡ്ജറ്റ്, ധനനയം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ വിദ്യാർത്ഥികൾ അറിവ് നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും ഒരു ബഡ്ജറ്റിന്റെ ഭാഗമായി സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഒരു നാട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി ഈ അധ്യായം പഠിക്കുന്നതിലൂടെ ഒരു വിദ്യാർത്ഥി നേടിയെടുക്കേണ്ട പഠന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഈ അധ്യായം പഠിച്ചു കഴിയുന്ന സമയത്ത് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുത്ത ആളുകളാണോ എന്ന് ഓരോ കുട്ടിയും ആലോചിച്ചു നോക്കുക. ഇവിടെ പ്രധാനമായിട്ടും 3 പഠന ലക്ഷ്യങ്ങളെയാണ് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്ന്, കുടുംബ ചെലവ്, കുടുംബ വരുമാനം എന്നിവ തിരിച്ചറിഞ്ഞ് കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിലൂടെ സമ്പാദ്യശീലം മനസ്സിലാക്കുക. എന്താണ് സമ്പാദ്യശീലം? അതിന്റെ ഭാഗമായിക്കൊണ്ട് കുടുംബ ചെലവ്, കുടുംബ വരുമാനം എന്നിവ തിരിച്ചറിഞ്ഞ് കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രീതിയെക്കുറിച്ചുള്ള ഒരു ധാരണ ഈ പാഠം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യമാണ്. നിരീക്ഷണങ്ങളിലൂടെ രാജ്യത്തിന്റെ പൊതുചെലവ്, പൊതുവരുമാനം, ബജറ്റ്, പൊതുകടം, ധനനയം എന്നിവയെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുക. മറ്റൊരു ലക്ഷ്യം, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ പൊതുവരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുക. നാം ജീവിക്കുന്ന സമൂഹത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യാനും ജനപക്ഷ നിലപാടിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുമുള്ള മനോഭാവം നമ്മിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതെല്ലാം ഈ അധ്യായം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പഠന ലക്ഷ്യങ്ങളാണ്. ഇനി ഈ അധ്യായം പഠിക്കുന്നതിലൂടെ ഓരോ വിദ്യാർത്ഥിയും നേടിയെടുക്കേണ്ട ആശയങ്ങൾ, ധാരണകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ഈ അധ്യായം പ്രധാനമായും 8 ആശയങ്ങളെ, 8 പോയിന്റുകളെ നമ്മിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഉപ പോയിന്റുകളും ഉണ്ടായിരിക്കും. 8 പ്രധാനപ്പെട്ട ആശയങ്ങൾ, ധാരണകൾ ഈ അധ്യായം മുന്നോട്ട് വെക്കുന്നതാണ്. അതിൽ ഒന്ന്, കുടുംബ ചെലവ്. എന്താണ് കുടുംബ ചെലവ്? കുടുംബ വരുമാനം, കുടുംബ ബഡ്ജറ്റ്, പൊതുചെലവ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ പൊതുവരുമാനം, ബഡ്ജറ്റ്, പൊതുകടം,
ധനനയം തുടങ്ങിയ കാര്യങ്ങളും ഈ അധ്യായത്തിന്റെ ഭാഗമായി നാം നേടിയെടുക്കേണ്ട ധാരണകളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിന്റെ ഭാഗമായിട്ടുള്ള പഠന ലക്ഷ്യങ്ങൾ, അതുപോലെ ഈ അധ്യായം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. ഇനി ഇവ അടിസ്ഥാനമാക്കി നാം ഈ അധ്യായം പഠിക്കുന്ന സമയത്ത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെയും അവയുടെ ഉത്തരങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുക എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വരുന്നത് കുടുംബ ചെലവ്. വിദ്യാർത്ഥികൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് കുടുംബ ചെലവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ചോദ്യമായി വന്ന ആ കാര്യത്തെയാണ് നമ്മൾ ഉത്തരമായി കണക്കാക്കേണ്ടത്. അത്തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രതീക്ഷിത ചെലവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു കുടുംബത്തിലെ ആഹാരം, വൈദ്യുതി ബിൽ തുടങ്ങിയ ചെലവുകൾ ഏത് ഇനത്തിലുള്ള ചെലവുകളിലാണ് കണക്കാക്കപ്പെടുന്നത്? പ്രതീക്ഷിത ചെലവിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചെലവുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വരുന്നത് അപ്രതീക്ഷിത ചെലവുകൾ. കാരണം പ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകും, അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളെ കൃത്യമായി ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാക്കി വെക്കുക. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കുടുംബ വരുമാനം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കുടുംബ വരുമാനവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവിധ പ്രവർത്തന മേഖലകളിൽ വേറിട്ട് നിൽക്കുന്ന ചിത്രം ഏതാണ്? നിങ്ങൾക്ക് പുസ്തകത്തിൽ കാണാവുന്ന രീതിയിലേക്കുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് വ്യത്യസ്തമാർന്ന ഫോട്ടോകൾ കാണാം. ഓക്കെ, ആ ഫോട്ടോകൾ എന്ന് പറയുന്നത് നിങ്ങൾ സുപരിചിതമായി നിങ്ങളുടെ നിത്യജീവിതത്തിൽ കാണുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. ഇതിന്റെ ശരിയായ ഉത്തരം ചിത്രം ഈ നൽകിയിട്ടുള്ള ആ ഒരു സംഗതിയാണ്. ഇവിടെ പ്രധാനമായിട്ട് ചിത്രം എന്ന് പറയപ്പെടുന്നത് സ്കൂളിന്റെ ഭാഗമായി, ഒരു കോളേജിന്റെ ഭാഗമായി ഒരു കുട്ടി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഏഴാമത്തെ ചോദ്യം നോക്കാം. നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ, ഒരു കുടുംബം ഒരു നിശ്ചിത കാലയളവിലേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം, ചെലവ്, ഇവ രണ്ടിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ധനരേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതാണ് കുടുംബ ബഡ്ജറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എട്ടാമത്തത്, വരവ് ചെലവിനേക്കാൾ കൂടുതലാകുകയോ വരവും ചെലവും തുല്യമാകുകയോ ചെയ്യുമ്പോൾ കുടുംബ ബജറ്റിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നു. ഓക്കെ, എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ചെലവിനേക്കാൾ നമുക്ക് വരവ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറുമ്പോഴേ നമുക്ക് സമ്പാദ്യം എന്ന് പറയുന്ന ശേഷി കൈവരിക്കാൻ സാധിക്കൂ. ഓക്കെ, വരവിനേക്കാൾ ചെലവ് കൂടുതലായാൽ കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കാം. 9, വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതിന് ഉത്തരമായിട്ട് കണക്കാക്കുന്നത് പൊതു ചെലവുകൾ. പൊതു എന്ന് പറയുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളാണെങ്കിലും വികസനേതര പ്രവർത്തനങ്ങളാണെങ്കിലും അതെല്ലാം പൊതു ചെലവിന്റെ ഭാഗമായിട്ടാണ് ആ ധനം വിനിയോഗിക്കപ്പെടുന്നത്. 10, രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ എന്ത് പേരിൽ വിളിക്കുന്നു? വികസന ചെലവുകൾ എന്ന പേരിലാണ് വിളിക്കുന്നത്. രാജ്യ താൽപര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വികസനേതര ചെലവുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പൊതു വരുമാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ ഏതുതരം നികുതിക്ക് ഉദാഹരണമാണ്? ഇതെല്ലാം ഡയറക്റ്റ് ടാക്സ്
പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നത് ഏതുതരം നികുതിക്ക് ഉദാഹരണമാണ്? അത് പരോക്ഷ നികുതിയാണ്, ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഭാഗമാണ്. നികുതി നൽകുന്ന വ്യക്തി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നികുതി നൽകുന്ന ആള് ടാക്സ് പെയർ, നികുതിദായകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 16ാമത് ചോദ്യം നോക്കാം. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായം ഏതാണ്? ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 17ാമത്തെ ചോദ്യം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു? ബഡ്ജറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എക്സാമിന് നമുക്ക് നിർബന്ധമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നായിരിക്കും എന്താണ് ബഡ്ജറ്റ് എന്നുള്ളത്. അതിന്റെ ഉത്തരം ഈ ഒരു ചോദ്യരൂപത്തിൽ വന്ന സംഗതിയെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രദ്ധ കൊടുക്കാം. ചുവടെ നൽകിയിരിക്കുന്ന തീയതികൾ പരിശോധിച്ച് ഈ തീയതികൾക്കിടയിലുള്ള കാലയളവിനെ പ്രത്യേകത എഴുതുക. ഇവിടെ ഏപ്രിൽ 1, അതുപോലെ മാർച്ച് 31 എന്നീ തീയതികൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തീയതികൾക്കുള്ളിൽ കണക്കാക്കപ്പെടുന്ന കാലം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നതാണ്. സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്, ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്നത് ഏപ്രിൽ 1 അവസാനിക്കുന്നത് മാർച്ച് 31 19. ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ രാജ്യത്ത് ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനകാര്യമന്ത്രിയായിരിക്കും, കേന്ദ്ര ധനകാര്യമന്ത്രി. സംസ്ഥാനങ്ങളിൽ സംസ്ഥാന ധനകാര്യമന്ത്രിമാർ. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രത്തിലെ വ്യക്തിയെ തിരിച്ചറിയുക. ഇവിടെ നമുക്ക് ചിത്രം കാണാം. പത്രമാധ്യമങ്ങൾ നോക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ചിത്രം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ചിത്രമാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി, കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. 21. ചുവടെ നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. നമുക്ക് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കാണാം. ആ ഫ്ലോ ചാർട്ട് നിരീക്ഷിച്ച് വിട്ടുപോയ ഭാഗം എന്താണെന്ന് നോക്കി പൂരിപ്പിക്കുക. നിങ്ങളുടെ പുസ്തകത്തിൽ കൃത്യമായി നൽകിയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. ഓക്കെ, ഇവിടെ നൽകിയിട്ടുള്ളത് ബഡ്ജറ്റ്, അതുപോലെ മിച്ച ബഡ്ജറ്റ്, ഓക്കെ, സർപ്ലസ് ബഡ്ജറ്റ്, സന്തുലിത ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ്, അതുപോലെ കമ്മി ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഓക്കെ, ഇനി എന്താണ് മിച്ച ബഡ്ജറ്റ് എന്ന് പറയപ്പെടുന്നത്? വരവ് കൂടുതൽ ചെലവ് കുറവ്. അതുപോലെ തന്നെ സന്തുലിത ബഡ്ജറ്റ് എന്ന് പറയപ്പെടുന്നത് വരവും ചെലവും തുല്യം. ദെൻ കമ്മി ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? കമ്മി ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വരവ് കുറവും ചെലവ് കൂടുതലും. ഇതാണ് കമ്മി ബഡ്ജറ്റ്. അവിടെ എഴുതേണ്ടത് വരവ് കുറവും ചെലവ് കൂടുതലും എന്നതാണ്. 22. ഏത് ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബഡ്ജറ്റ് എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്? ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബഡ്ജറ്റ് എന്നുള്ള പദം ഉപയോഗിക്കാൻ നാം തുടങ്ങിയത്. 23ാമത് ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി RK ഷൺമുഖം ചെട്ടി. ഇനി 24ാമത് ചോദ്യം നോക്കാം. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെന്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പൊതുകടം എന്ന പേരിലാണ് ഇത്തരം വായ്പകൾ അറിയപ്പെടുന്നത്. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാർ വാങ്ങുന്ന വായ്പകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആഭ്യന്തര കടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളെ വിദേശ കടം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. 27ാമത്തെ ചോദ്യം നോക്കാം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ധനനയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്താണ് ധനനയം. അപ്പോൾ ആ ചോദ്യം മനസ്സിലാക്കിയതിന്റെ ഉത്തരം എഴുതാൻ കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇനി 28ാമത് ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ചാർട്ടിൽ വിട്ടുപോയ ഭാഗം കണ്ടെത്തി എഴുതുക.
4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഇവിടെ പ്രധാനമായും 4 ലക്ഷ്യങ്ങൾ ഉണ്ടാവേണ്ട സ്ഥാനത്ത് 3 കൊടുത്തിട്ടുണ്ട്. ഒന്ന് നാം കണ്ടെത്തി എഴുതേണ്ടതാണ്. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതെയാക്കുക. ഇതൊക്കെ ധനനയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇതിൽ നമുക്ക് ചേർക്കാവുന്ന മറ്റൊരു ലക്ഷ്യമാണ് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിന്റെ ഭാഗമായി നമുക്ക് പ്രധാനമായും പഠിക്കേണ്ടതായിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്കിന്റെയും മറ്റുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി നമ്മുടെ വീഡിയോ കൃത്യമായി കേട്ടും കണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠന കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാം. ഉയർന്ന മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുവാനും ശ്രദ്ധ കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.